എന്തൊക്കെയുണ്ട്? ഞാൻ എന്താ ഇപ്പോൾ ഒരു ചീരക്കറി വയ്ക്കാൻ പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ എടുത്തേക്കണമെന്ന് കണ്ടല്ലോ. എന്തെങ്കിലും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വെച്ചേക്കാം. ചീര ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു പാൻ വെച്ചു, ചൂടായി, ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, ഓം ഗ്രീൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ട് ഞാൻ ഉണക്ക മുളകിട്ടു. അതിനുശേഷം അര ടീസ്പൂൺ വെച്ചിട്ട് കടുകും ജീരകവും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാവട്ടെ, പൊട്ടിത്തെറിക്കട്ടെ. പൊട്ടിച്ചേർച്ചതിന് ശേഷം ഞാൻ ഗാർലിക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം സവാള ഇട്ടു, വേപ്പിലിട്ടു, വഴറ്റിയതിന് ശേഷം ഞാൻ ഉപ്പിട്ടു, നന്നായിട്ടൊന്ന് വഴകാൻ വേണ്ടി ഇട്ടു. അത് വഴന്നതിന് ശേഷം ഞാൻ ഒരു പച്ചമുളക് ഞാൻ ഇഞ്ചിട്ട് ചെയ്തിട്ടുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് മൂപ്പത്തേട്ട് മസാല മണം പോകണ വരെ നമുക്കൊന്ന് വഴറ്റാം. അത് ഞാൻ ചെയ്തു. അതിന് ശേഷം ഞാൻ ചീര ഇട്ടു. ചീര എനിക്ക് കൂടിപ്പോയെന്നറിയാം, പക്ഷേ ഇതേ നോക്കിക്കേ, അത് വേവെത്തുമ്പോഴത്തേക്കും അത് ആ ചട്ടീനകത്ത് പാകമായിട്ട് കിടന്നോളും. എന്നിട്ട് ഞാൻ മൂടി വെച്ച് അപ്പോഴത്തേക്കും ഞാനെല്ലാം ക്ലീൻ ചെയ്തു. അതിനുശേഷം ഞാൻ തേങ്ങ എടുത്തു. തേങ്ങ ഇടാനൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, പിന്നെ എന്തായാലും ഇട്ടേക്കാന്ന് ഞാൻ വിചാരിച്ചു. ടേസ്റ്റ് ആയിക്കോട്ടെ, ഇതിലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതാ ട്രൈനക്സൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് ഞാൻ തേങ്ങ കുറച്ചും കൂടി കൂടുതൽ ഇട്ടിട്ട് അങ്ങോട്ട് വഴറ്റി. ഉപ്പൊക്കെ ഉണ്ടെന്ന്, ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഇട്ടോ. എനിക്കെന്തായാലും ഉപ്പ് ആവശ്യത്തിനായിരുന്നു. ഞാൻ ഇതൊന്നും ആവാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചു. ഏകദേശം ദീപ്പായിട്ടുണ്ട്. എന്നാലും ആ ഡ്രൈനസ് ഒന്നും അങ്ങോട്ട് പോയിട്ടില്ല. എന്നാൽ ഡ്രൈനസ് അങ്ങോട്ട് പോട്ടെ, നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് അങ്ങോട്ട് വേവിക്കാം. ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ട്രൈ നോക്കാം. ശരി, ബൈ ബൈ.